അപ്പോൾ അത് ഒരു നെറ്റ് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ 50 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയാണ് ഈ നെറ്റിന് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിൽ കൂടുതൽ വലുപ്പത്തിൽ നമ്മൾ എടുക്കരുത്. ഇത് ഇതിൻ്റെ പരമാവധി വലുപ്പമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വലുപ്പം കുറഞ്ഞാൽ ഇതിൽ കൂടുതൽ വലുപ്പത്തിൽ നമ്മൾ എടുക്കരുത്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ എടുത്തത് വാൾപുട്ടിയാണ്. അപ്പോൾ വാൾപുട്ടി നമ്മൾ 1.5 കിലോ വാൾപുട്ടിയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തത്. അപ്പോൾ വെള്ളം ചേർത്തിട്ട് അത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതാ പുട്ടി നമ്മൾ കുഴച്ചെടുത്തതാ, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അതേ വെള്ളം ചേർത്തിട്ട് അതേ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുത്തത്. ഇനി നമുക്ക് കുറച്ച് പുട്ടി അതിൽ നിന്ന് എടുത്ത ശേഷം അത് ഇതേപോലെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് ചുരുട്ടിയ ശേഷം നമ്മൾ ഈ നെറ്റിൻ്റെ ബോർഡറിലൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/2 ഇഞ്ച് കനവും അതേപോലെ തന്നെ 1 ഇഞ്ച് വീതിയും എന്ന രീതിയിലാണ് നമ്മളിത് ബോർഡറിലൂടെ, അതായത് ഈ നെറ്റിൻ്റെ 4 ഭാഗങ്ങളിലും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് കൈവിരൽ കൊണ്ട് അമർത്തി നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ ബോർഡറിലൂടെ നമ്മളിതാ ഒരു ഫ്രെയിം പോലെ നമ്മൾ പുട്ടി ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിതാ പുട്ടി അതേപോലെ തന്നെ കുറച്ചുകൂടി വണ്ണം കുറഞ്ഞ രീതിയിൽ ചുരുട്ടിയെടുത്ത ശേഷം നമ്മളിതാ ഇതിൻ്റെ നടുവിലൂടെ, അതായത് വളഞ്ഞിട്ടൊക്കെ, അതായത് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മളിതിലൊരു മരം നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മരം അതിൻ്റെ ചില്ലുകളൊക്കെ ആയിട്ട് നമ്മളത് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മരം നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു. ഇനി മരത്തിൻ്റെ ഇതിൻ്റെ മുകളിലൂടെ നമ്മളിത് ഫോർക്കിൻ്റെ സൈഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് മരത്തിൻ്റെ ആ ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നു. ഇനി നമുക്കിതിൽ ഇതേപോലെ പൂവുകളും ഇലകളൊക്കെ നമുക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പുട്ടി ചെറിയ രീതിയിൽ ചെറിയ ഉരുളകളാക്കി ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതളുകൾ ഉണ്ടാക്കുന്നത്. 5 ഇതളുകളുള്ള പൂവുകളാണ് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 പൂവ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ കമ്പുകളിലൊക്കെ നമ്മൾ ഇലയും അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അഞ്ച് ഇതളുകൾ ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ചെറിയ ഉരുള ഇതേപോലെ വെച്ച ശേഷം അതിൻ്റെ ആ ഉരുളയുടെ മുകളിൽ നമ്മൾ ഇതേപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. പൂവിൻ്റെ ഇതളുകൾ ചെയ്ത അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഇലകളും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇലകൾ അതേപോലെ ഡിസൈൻ ചെയ്ത് ഒട്ടിച്ച ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഫോർക്ക് കൊണ്ട് ആ ഇലയുടെ ഡിസൈൻ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ മരത്തിൽ ഫ്ലവറുകളും ഇലകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ താഴെ ഭാഗത്ത് നമ്മൾ ഇലകൾ വീഴുന്ന രീതിയിൽ ഒരു 3-4 ഇലകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ, അതായത് പുട്ടി നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം നമ്മൾ ഈ ഒഴിവുള്ള ഭാഗത്ത്
അതായത് നമ്മുടെ വലത് ഭാഗത്ത് നമ്മൾ ഒരു ഒഴിഞ്ഞ് വരുന്ന ഭാഗത്ത് നമ്മളിത് ഇതേപോലെ വെച്ച ശേഷം ഒരു വീടിൻ്റെ രീതിയിൽ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടിഭാഗത്ത്, അതായത് ചുമര് പോലെ വരുന്ന ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഇഷ്ടിക വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഇതേപോലെ വരഞ്ഞൊന്ന് കൊടുക്കുക. അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് നമ്മൾ മേൽക്കൂര വരുന്ന ഭാഗത്ത് നമുക്ക് മേൽക്കൂരയുടെ വരുന്ന രീതിയിലും നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ഉൾഭാഗം നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫ്രെയിം നമ്മളൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ മുകളിലൂടെ കൈവിരളിൽ വെള്ളാക്കി ഒന്ന് ചെറുതായി ഒന്ന് നനച്ചതിന് ശേഷം നമ്മളിത് ചെറിയ ഉരുളകളാക്കിയ ശേഷം ആ ഫ്രെയിമിൻ്റെ മുകളിലൂടെ നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും 4 ഭാഗവും നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ പുട്ടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം കാത്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ നമ്മളൊന്ന് സൈഡിൽ ഒരു എന്തെങ്കിലും വെച്ച ശേഷം ഇതേപോലെ ഒന്ന് നമ്മൾ ചെരിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സാവധാനം വേണം ഇത് എടുത്ത് ചെരിച്ചൊക്കെ വെക്കാൻ. കാരണം നെറ്റ് ആയതുകൊണ്ട് ഇത് ഒലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒലഞ്ഞു പോകാതെ പൊട്ടിപ്പോകാതെ വേണം ഇത് ഇതേപോലെ ചെരിച്ച് വെക്കാൻ. ആ ചെരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പിറക് സൈഡിൽ ബാക്ക് സൈഡിൽ നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ആ ഫെവിക്കോൾ ഇതേപോലെ ചെറിയ ബ്രഷ് എടുത്തിട്ട് നമ്മൾ മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടിയൊക്കെ നന്നായിട്ട് അതിൽ ഒട്ടു. അപ്പോൾ ഫെവിക്കോളൊക്കെ ഉണങ്ങിയതിന് ശേഷം ഒരു ദിവസം നമ്മൾ വീണ്ടും കാത്തു. അപ്പോൾ ഫെവിക്കോളൊക്കെ ഉണങ്ങി നന്നായിട്ട് ഗമ്മൊക്കെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ്റ് അടിച്ചെടുക്കാം. ആദ്യം നമ്മൾ അടിക്കുന്നത് ബ്ലാക്ക് കളറാണ്. അത് സ്പ്രേ പെയിൻ്റാണ്, മാറ്റ് കളറാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ പെയിൻ്റൊക്കെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിന് കുറച്ച് കളറുകൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ആക്രിലിക് കളറാണ്. അപ്പോൾ നമ്മൾ പച്ച, ചുവപ്പ്, അങ്ങനെ കുറച്ച് മഞ്ഞ, അങ്ങനെ കുറച്ച് കളറുകൾ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പച്ച നമ്മൾ ഇതേപോലെ വിരളിൽ തൊട്ട ശേഷം നമ്മുടെ ലീഫിന് മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ പച്ച ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അടിച്ചെടുക്കുകയല്ല, നമ്മൾ ഇതേപോലെ വിരലിൽ ആക്കിയത് ശേഷം നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവറിന് ചുവപ്പ് മഞ്ഞയൊക്കെ കലർത്തി നമ്മൾ അടിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ വീടിന് നമ്മൾ അടിഭാഗത്ത് ഇഷ്ടികക്ക് ചുവപ്പും അതായത് മുകൾ ഭാഗത്ത് ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട്. മരത്തിന് നമ്മൾ ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം നമ്മൾ ടച്ച് ചെയ്ത് ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണങ്ങിയാൽ നമുക്ക് ചുമരിലേക്ക് തൂക്കാം. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കോർ ഇതാ അടിപൊളിയായിട്ടുള്ള വാൾ ഡെക്കോറാണ്. വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട്, വളരെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വാൾ ഡെക്കോറാണ്. അപ്പോൾ ഈ വാൾ ഡെക്കോർ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് നെറ്റ് കൊടുത്തത് കൊണ്ട് നമ്മൾ അതായത് ഒലഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ വെക്കുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അത്രമാത്രം. അപ്പോൾ നമ്മുടെ ഈ വാൾ ഡെക്കോർ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.